വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. ഭാഗിക സ്റ്റേ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കുന്ന അന്തിമ ഉത്തരവ് വരുന്നത് വരെ വഖഫ് ഭൂമിയുടെ സ്വഭാവം മാറ്റരുത് എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. വഖഫ് നിയമ ഭേദഗതിക്ക് ഭാഗിക സ്റ്റേ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സുപ്രീം കോടതിയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് നിയമത്തിന് പൂർണ്ണമായ സ്റ്റേ ഇല്ല എന്നുള്ളതാണ്. ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, നിർണായകമായ ദിവസമായിരുന്നു. ഹർജിക്കാർ പല ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, പറയൂ. ആര്യ, ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് വഖഫ് നിയമത്തിൽ കൊണ്ടുവന്ന ഒരു ഭേദഗതി സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. പൂർണ്ണമായും ഇതിൻ്റെ എല്ലാ വകുപ്പുകളും സ്റ്റേ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ല. അതേസമയം നിർണായകമായ ചില വ്യവസ്ഥകളിൽ സ്റ്റേ വന്നിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ കുറഞ്ഞത് 5 കൊല്ലമെങ്കിലും മുസ്ലിം ആയിരിക്കണം എന്നുള്ള ആ വിവാദ വ്യവസ്ഥ ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതിൽ പക്ഷേ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് വരെയാണ് ഈ സ്റ്റേ ഇപ്പോൾ സുപ്രീം കോടതി കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വഖഫ് ഭൂമിയുടെ സ്വഭാവം മാറ്റരുത് എന്നുള്ള ഉത്തരവും സുപ്രീം കോടതി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് അന്തിമ ഉത്തരവ് വരെ മാത്രമാണ് ഈ സ്റ്റേ ഇപ്പോൾ നിലവിൽ വരിക. അതായത് പൂർണ്ണമായും നിയമത്തെ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ച് തയ്യാറായിട്ടില്ല. അതിൽ ചില വകുപ്പുകളിൽ മാത്രം ഇപ്പോൾ സ്റ്റേ നൽകാനാണ് സുപ്രീം കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ: ഒന്ന്, 5 കൊല്ലം മുസ്ലിം ആയിരിക്കണം അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസിയായിരിക്കണം വഖഫ് ചെയ്യാൻ, സ്വത്ത് വഖഫ് ചെയ്യാൻ എന്നുള്ള ആ നിയമത്തിലാണ് ഒരു സ്റ്റേ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് വരെ മാത്രമായിരിക്കും ആ സ്റ്റേ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റേത്, വഖഫ് ബോർഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കഴിയുന്നതും മുസ്ലിം ആയിരിക്കണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആ വ്യവസ്ഥ സ്റ്റേ ചെയ്തിട്ടില്ല. നിയമങ്ങൾ രൂപീകരിക്കുന്നത് വരെ മാത്രമാണ്, അതായത് ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് വരെ മാത്രമാണ് ഇപ്പോൾ അതിനും ഒരു സ്റ്റേ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് വഖഫ് ബോർഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു മുസ്ലിം ഇതരനാവാം എന്നുള്ള ആ നിയമത്തിലെ വ്യവസ്ഥയിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വഖഫ് ബോർഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കഴിയുന്നതും ഒരു മുസ്ലിം ആയിരിക്കണം എന്നുള്ളതാണ്. നിയമത്തിലെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് വരെ മാത്രമേ ഈ സ്റ്റേയും നൽകിയിട്ടുള്ളൂ. 2-3 കാര്യങ്ങളിലാണ് ഇപ്പോൾ സുപ്രധാനമായ ഒരു സ്റ്റേ വന്നിരിക്കുന്നത്. അതായത് വഖഫ് ഭൂമിയുടെ സ്വഭാവം മാറ്റരുത് എന്നുള്ളത്. 2, ഈ മുസ്ലിം ആയിരിക്കുന്ന ഒരാൾ, അതായത് വഖഫ് ചെയ്യാൻ 5 വർഷം മുസ്ലിം മതവിശ്വാസി ആയിരിക്കണം എന്നുള്ള ആ നിർദ്ദേശം സ്റ്റേ ചെയ്തിരിക്കുന്നു. വഖഫ് ബോർഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു മുസ്ലിം അല്ലാത്ത ഒരാളായിരിക്കണം എന്നുള്ള ആ നിർദ്ദേശം കഴിവതും അത് ഒഴിവാക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതായത് മുസ്ലിം മതവിശ്വാസി തന്നെ ആയിരിക്കണം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് വരെ ആയിരിക്കണം സ്റ്റേ എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ അപൂർവമായ സാഹചര്യങ്ങൾ മാത്രമേ നിയമത്തെ പൂർണ്ണമായി ഞങ്ങൾ സ്റ്റേ ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് സുപ്രീം കോടതി തുടക്കത്തിൽ പറഞ്ഞത്. അതായത് ഈ നിയമം പൂർണ്ണമായി ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതിലെ വിവാദ വ്യവസ്ഥകൾ മാത്രമാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് എന്ന് മാത്രമാണ് കോടതി പറഞ്ഞത്. നേരത്തെ വളരെ നിർണായകമായ ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതായത് ചില വകുപ്പുകളിലാണ് ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നത്. പൂർണ്ണമായ വിധി വരുന്നത് വരെ, അതായത് അന്തിമ ഉത്തരവ് വരുന്നത് വരെ വഖഫ് ഭൂമിയുടെ സ്വഭാവം മാറ്റരുത് എന്നുകൂടി സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും ഹർജിക്കാർ ഉന്നയിച്ചൊരു ആവശ്യമുണ്ടായിരുന്നു. അതായത് 5 വർഷം മുസ്ലിം മതം പ്രാക്ടീസ് ചെയ്യണമെന്നൊരു നിർദ്ദേശം. അതിപ്പോൾ എന്തായാലും അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.